പശ്ചിമേഷ്യയിലേക്ക് 24 സർവീസുകൾ ഇന്ന് നടത്തുമെന്ന് എയർ ഇന്ത്യ അറിയിച്ചു. ജിദ്ദ, മസ്കറ്റ് എന്നിവിടങ്ങളിൽ നിന്ന് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സർവീസുകൾ നടത്തും. റാസൽ ഖൈമ, അലൈൻ, ഷാർജ എന്നിവിടങ്ങളിൽ നിന്ന് സർവീസ് ഇല്ല. സലാല, റിയാദ്, ദമാം എന്നിവിടങ്ങളിൽ നിന്നും സർവീസ് ഉണ്ടാകില്ല. വിഷ്ണു പ്രസാദ് വിവരങ്ങളുമായി ചേർന്നുണ്ട്. വിഷ്ണു, എവിടെ നിന്ന് എവിടേക്കൊക്കെയാണ് സർവീസുകൾ? വളരെ കൃത്യമായി നമ്മുടെ പ്രവാസികൾക്ക് അതൊന്ന് പറഞ്ഞു കൊടുക്കാമെന്ന് തോന്നുന്നു. മോത്തി, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, അതായത് മുംബൈ, ഡൽഹി, കേരളത്തിലെ കോഴിക്കോട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇപ്പോൾ സർവീസ് ഉണ്ടാകുമെന്നാണ് എയർ ഇന്ത്യ അറിയിച്ചിട്ടുള്ളത്. ഇന്നത്തെ ദിവസം എയർ ഇന്ത്യ എക്സ്പ്രസ് തുടങ്ങിയവ ചേർന്നുകൊണ്ട് 24 സർവീസുകളാണ് മിഡിൽ ഈസ്റ്റിലേക്ക് നടത്തുമെന്ന് അറിയിച്ചിട്ടുള്ളത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സൗദി അറേബ്യയിലേക്കും കുവൈത്തിലേക്കും വിമാന സർവീസുകൾ ഇപ്പോൾ ഇല്ല എന്ന് തന്നെയാണ്. ജിദ്ദ, മസ്കറ്റ് എന്നിവിടങ്ങളിലേക്ക് സർവീസ് ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട് എയർ ഇന്ത്യ. അവിടെ നിന്ന് തിരിച്ചും സർവീസ് ഉണ്ടായിരിക്കും. റാസൽ ഖൈമ, അല്ലൈൻ, അതോടൊപ്പം തന്നെ ഷാർജ എന്നിവിടങ്ങളിൽ നിന്ന് സർവീസ് ഉണ്ടാകില്ല. സലാല, റിയാദ്, ദമാം എന്നിവിടങ്ങളിൽ നിന്നും, ദോഹ, കുവൈറ്റ് സിറ്റി, ടെൽ അവീവ് എന്നിവിടങ്ങളിൽ നിന്നും സർവീസ് ഉണ്ടാവില്ല. പശ്ചിമേഷ്യയിലെ ഈ നഗരങ്ങളിൽ നിന്നുള്ള സർവീസുകൾ ഇന്ന് ഉണ്ടാകില്ല എന്നും എയർ ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ് എന്നും യാത്ര പുറപ്പെടും മുൻപ് എയർ ഇന്ത്യയുടെ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ വിമാന കമ്പനിയുമായി ബന്ധപ്പെട്ടോ തങ്ങളുടെ വിമാനമുണ്ട് അല്ലെങ്കിൽ ആ സർവീസ് ഉണ്ട് എന്നത് സംബന്ധിച്ച് ഉറപ്പുവരുത്താനും യാത്രക്കാരോട് എയർ ഇന്ത്യ നിർദ്ദേശിച്ചിട്ടുണ്ട്. മോദി.